അപ്പോളിയാ ഗപ്പിക്കുളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ ആർട്ടിമിയ ഹാച്ച് ചെയ്യാറുണ്ടോ, എങ്ങനെയാണ് ഹാച്ച് ചെയ്യുന്നത്, ഏത് ആർട്ടിമിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് OSയുടെ യെല്ലോ റിംഗ് ആർട്ടിമിയാണ്. ഈ വീഡിയോയിലൂടെ ആർട്ടിമി എങ്ങനെയാണ് ഹാച്ച് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. 1 ലിറ്റർ വെള്ളത്തിന് 30 ഗ്രാം കല്ലുപ്പ് എന്ന നിരക്കിൽ ഒരു ബക്കറ്റിൽ വെള്ളമെടുത്ത് അതിലേക്ക് കല്ലുപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ആർട്ടിമിയുടെ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുക. 24 മണിക്കൂർ നമ്മൾ എയറേഷൻ കൊടുത്താൽ നമ്മൾ ഇട്ട് കൊടുത്ത ആർട്ടിമിയുടെ എഗ്ഗ് എല്ലാം നമുക്ക് വിരിഞ്ഞു. ആർട്ടിമിയ വിരിഞ്ഞോ എന്നറിയാൻ അതിന്റെ കളർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു ഓറഞ്ച് ഷെയ്ഡ് ആയിട്ടുണ്ടാവും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന ലൈവ് ആർട്ടിമിയുടെ നിറം ഒരു ലൈറ്റ് ഓറഞ്ച് നിറം ആയതുകൊണ്ടാണ് വെള്ളത്തിന് ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടാകും. ഇനി 24 മണിക്കൂർ കൊണ്ട് ആർട്ടിമിയ വിരിഞ്ഞില്ലെങ്കിൽ ഒരു 8 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്താൽ മതി, ഉറപ്പായിട്ടും വിരിഞ്ഞിരിക്കും. വിരിഞ്ഞു കിട്ടിയ ആർട്ടിമിയ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് 2 നെറ്റ് ഉണ്ട്. ഒന്ന് ടോപ്പ് നെറ്റ്, ഒന്ന് ബോട്ടം നെറ്റ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഡോൾഫിന്റെ ആർട്ടിമിയ സെപ്പറേഷൻ നെറ്റാണ്. നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 400 രൂപ സംതിങ് അത്രയാണ് വില വരുള്ളൂ. ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ടോപ്പ് നെറ്റിലൂടെ അരിച്ചിറങ്ങുന്ന ആർട്ടിമിയ അതിന്റെ ഷെല്ല് മാത്രം ടോപ്പ് നെറ്റിലും ലൈവായിട്ടുള്ള ആർട്ടിമിയ ബോട്ടം നെറ്റിലേക്കും വരും. ഇതിൽ സൈസ് കൂടിയ ആർട്ടിമിയ ടോപ്പ് നെറ്റിൽ സ്റ്റക്കായി കിടക്കുകയും നമുക്കതിനെ മുകളിൽ നിന്ന് പൈപ്പിന്റെ ഫോഴ്സ് ഉപയോഗിച്ച് താഴത്തെ നെറ്റിലേക്ക് കൊണ്ടുവരാനും പറ്റും. അങ്ങനെ നമുക്ക് ആർട്ടിമിയ വേസ്റ്റ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഉണ്ടായി ഇറങ്ങുന്ന എല്ലാ തരം മീനുകൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോട്ടീൻ റിച്ച് ലൈഫ് ഫുഡാണ് ആർട്ടിമിയ. കൾച്ചർ ചെയ്യാൻ ഫസ്റ്റ് ടൈം കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളൂ, പക്ഷേ പിന്നീട് അത് ഭയങ്കര എളുപ്പമായി മാറും. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും ചാനൽ സബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ഗപ്പിക്കുളം.